ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നത് നമ്മുടെ ഈ ബ്രോക്കോളി കൊണ്ട് ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. വളരെ പോഷകമൂല്യങ്ങളുള്ളൊരു കാര്യമാണല്ലോ ഈ ബ്രോക്കോളി. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് ഈ ബ്രോക്കോളി ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് വെക്കേണ്ടതുണ്ട്. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇടുന്നുണ്ട്. ഇത് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്കാണ് നമുക്കിത് ഇട്ട് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ ചെയ്യില്ലേ, അതേപോലെ തന്നെ ഇതിൻ്റെ എന്തെങ്കിലും ദുഷ്ട സാധനങ്ങൾ ഇതിലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് മുറിക്കുമ്പോൾ അത് ഈ വലിയ കട്ടിയുള്ള ഭാഗം ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്ന് വെച്ചിട്ട് മുറിക്കാം നമുക്ക്. അത് ഓരോന്നായിട്ട് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇത് ചെറുതാക്കൊന്നും ചെയ്യണ്ട, ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് പിന്നെ നമുക്ക് നന്നായി ചെറുതാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് ഇതിലേക്ക് കിടക്കേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓരോ പോർഷനായിട്ട് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് അതവിടെ വെച്ചേക്കണം. എന്നിട്ട് വേണം നമുക്കിത് കഴുകിയെടുത്തിട്ട് ചെയ്യാൻ. ഞാനിത് ഇതിലിട്ട് വെച്ചേക്കട്ടെ, അടച്ചു വെച്ചേക്കും. 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇത് ഞാൻ ഈ ബ്രോക്കോളിയൊക്കെ കഴുകിയെടുത്തു. അതിന്ന് ആ ചൂടുവെള്ളം കളഞ്ഞിട്ട് നന്നായി 2-3 പ്രാവശ്യം കഴുകിയെടുത്തു. പിന്നെ നമ്മൾ മുറിച്ചെടുക്കുകയാണ്. അത് വളരെ നൈസായിട്ട് ഇങ്ങനെ മുറിക്കണം. ഭാഗം ഇങ്ങനെ വളരെ നൈസായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ ഈ തണ്ടുണ്ടല്ലോ, തണ്ട് വളരെ സോഫ്റ്റായ ഭാഗം എടുക്കാവൂ. മറ്റേ നമ്മൾ എടുക്കുമ്പോൾ തന്നെ മുറിക്കുമ്പോൾ തന്നെ മറ്റേത് കളഞ്ഞിട്ടുണ്ട്. ഈ സോഫ്റ്റായ ഭാഗം നമുക്ക് എടുക്കാം. അത് വളരെ ചെറുതാക്കി മുറിക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ഇങ്ങനെ ചെറുതാക്കി വളരെ ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. എന്നുവെച്ചാൽ അതിന് വലിയ വേവല്ലേ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് അതേമാതിരി തന്നെ ചെറുതാക്കി മുറിക്കണം. ഇതിങ്ങനെ ആ അരി ഇങ്ങനെ കഴുകുക. ഇനി നമ്മളിത് കഴുകൊന്നുമില്ല, കഴുകി കൊണ്ടുപോകുന്ന സാധനമാണല്ലോ. അങ്ങനെ ചെറുതാക്കി മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ബ്രൊക്കോളിയൊക്കെ ഞാൻ മുറിച്ച് വെച്ചു. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർക്കുന്നത് ഉണക്കമുളക്, നമ്മുടെ ഉഴുന്നുപരിപ്പ്, പിന്നെ കടലപ്പരിപ്പ്. പിന്നെ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളൊരു നാടൻ തോരനായിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. വെളിച്ചെണ്ണ കുറച്ച് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ കടുക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ചെറിയുള്ളിയാണ് ചേർക്കുന്നത്. സവാള ആയാലും കുഴപ്പമൊന്നുമില്ല, എന്തായാലും ചെറുതാക്കി മുറിച്ച് ചേർക്കുക. ചെറിയുള്ളിയാണ് കൂടുതൽ സ്വാദ് കേട്ടോ. ചെറിയുള്ളി നന്നായി ചേർത്ത് കൊടുത്തു. ഉള്ളി നന്നായി മൂപ്പിച്ചെടുക്കാം. അതിന് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ആ ഉള്ളി ഒന്ന് മൂത്ത് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല. നമ്മൾ ഈ ബ്രോക്കോളി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മുളക് പൊടി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ മുളക് പൊടിയോട് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. പിന്നെ കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ഉള്ളിക്ക് വേണ്ടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഓർമ്മയിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. ഓവർ ഉപ്പൊന്നും ആവണ്ട, അതിൻ്റെ സ്വാദ് ശരിയാവില്ല. വളരെ നൈറ്റായൊരു സാധനമല്ലേ. എന്നിട്ടിപ്പോൾ ഞാനിതിൽ വെള്ളമൊന്നും ഇനി ചേർക്കുന്നില്ല കേട്ടോ. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് സോഫ്റ്റായി വരണം. ബ്രൊക്കോളി അങ്ങനെ ഓവർ വേവിച്ചാൽ അതിൻ്റെ ആ പോഷകമൊക്കെ പോയി പോകും. അപ്പം ഞാനിതൊന്ന് അടച്ച് വയ്ക്കുകയാണ്. അത് ചെറിയ തീയിലിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത് അവിടെ ആ ചെറിയ തീയിൽ കിടക്കട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് നമ്മുടെ ബ്രോക്കോളി തോരന് ആവശ്യമായിട്ടുള്ള നാളികേരം ചതച്ചെടുക്കണം. ഒന്ന് മിക്സിയിലിട്ട് ചതച്ചെടുക്കുകയാണ്. അതായത് അതൊന്ന് ചെറുതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ബ്രോക്കോളിയിൽ അത്രയും ചെറിയതല്ലേ, അപ്പോൾ അതിൽ നാളികേരം ചതച്ചിടുകയാണ് കുറച്ചും കൂടെ നല്ലത്. ഞാനതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നാളികേരം എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ ഉള്ളി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പച്ചമുളക് എടുക്കുന്നുണ്ട്. പിന്നെ ജീരകപ്പൊടിയാണ് എടുക്കുന്നത്. അത് കുറച്ച് ജീരകമായാലും കുഴപ്പമില്ല കേട്ടോ. മുഴുവൻ ജീരകം ഇട്ടാലും കുഴപ്പമില്ല, സാദാ ജീരകം. എന്നിട്ട് ഇത് ഒന്ന് ചതച്ചെടുക്കുക, ഒറ്റയടി.
അപ്പോൾ അതേ നമ്മളെ ബ്രൊക്കോളിയൊക്കെ ഒന്ന് നന്നായി മയമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചതച്ച് വെച്ച നാളികേരം ഉണ്ടല്ലോ, ഇതിൽ പച്ചമുളക് ചേർത്തതുകൊണ്ടാണ് ഞാൻ ഇതിൽ ഡയറക്റ്റായിട്ട് പച്ചമുളക് ചേർക്കാതിരുന്നത് കേട്ടോ. ഇതിൻ്റെ കൂടെ ഇനി പച്ചമുളക് കിടന്നിട്ട് നമ്മൾ അറിയാതെ കടിച്ചൊന്നും പോകണ്ടെന്ന് വെച്ചിട്ടാ ഇതിപ്പോൾ ചതയ്ക്കുന്ന അതിലേക്ക് തന്നെ ചേർത്തു. അപ്പോൾ ഈ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ചതച്ച് വെച്ചതല്ലേ, അപ്പോൾ വളരെ നൈസാണത്. നല്ല സ്വാദുള്ളൊരു തോരനാട്ടോ അത്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നമുക്ക്. പിന്നെ നന്നായി ഇളക്കി. ഞാൻ വെള്ളമൊന്നും അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. എന്നാലത് നന്നായി ആയി വന്നിട്ടുണ്ട്, സോഫ്റ്റായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനൊക്കെ വേവൊക്കെ ഉണ്ട്. എന്നാലും കുറച്ച് നേരം കൂടി ഈ നാളികേരം ചേർത്തിട്ട് ഒന്ന് ഇത് അടച്ചു വയ്ക്കാം. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാം. അപ്പോൾ അതേ നമ്മളെ തോരനൊക്കെ ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് വന്നു കേട്ടോ. ഇങ്ങനെ ആയാൽ മതി. ഒക്കെ പാകമായിട്ട് വന്നിട്ടുണ്ട്, വേവൊക്കെ കറക്റ്റാണ്. ലാസ്റ്റ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു സാധനം ഇപ്പോൾ കഴിഞ്ഞു. നമ്മൾ തോരനൊക്കെ റെഡിയായി. ഞാനിത് ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ ബ്രൊക്കോളി തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതിവിടെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് കേട്ടോ. വളരെ സ്വാദിഷ്ടമായൊരു തോരനാണ്. വെറുതെ പറയല്ല, ഒന്ന് ബ്രൊക്കോളിയൊക്കെ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് ഈ എളുപ്പത്തിലുള്ള ബ്രൊക്കോളി തോരൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊന്ന് അഭിപ്രായം പറയാൻ വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.